സ്വഹീഹുൽ ബുഖാരി ദർസ് 52 കിതാബുൽ ഇൽമ് വിജ്ഞാനം സംബന്ധിച്ച ദീനി വിജ്ഞാനം സംബന്ധിച്ച കിതാബ്. അടുത്ത അധ്യായം ബാബു തനാവുബി ഫിൽ ഇൽമി, ഊഴം വെച്ച് ദീനി വിജ്ഞാനം പഠിക്കുന്നതിന് പോകുന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം. തനാവുബ് എന്ന് പറഞ്ഞാൽ ഒരു ഊഴം മാറി മാറി വരുന്നതിനാണ് തനാവുബ് എന്ന് പറയാം. ഒരാൾക്ക് പകരം മറ്റൊരാള്, പിന്നെ മറ്റേ ആള്, അങ്ങനെ ടേൺ അനുസരിച്ച് ജോലി ചെയ്യാം. ഇവിടെ ഇൽമിന്റെ വിഷയത്തിലാണ്. ഇൽമ് തേടാൻ വേണ്ടി പോകുമ്പോൾ ഒരാൾ ആദ്യം പോവുക, അടുത്ത ദിവസം മറ്റേ ആൾ പോവുക, അടുത്ത ദിവസം മറ്റേ ആൾ പോവുക, ഇങ്ങനെ. ഹദീസ് നമ്പർ 89. ഹദസന അബുൽ യമാനി അഖ്ബർനാ ശുഐബുൻ അനി സുഹ്രി ഖാല അബു അബ്ദുല്ലാഹ് വഖാല ഇബ്നു വഹ്ബ് യൂനുസ് عن ابن شهاب عن عبيد الله بن عبد الله بن أبي ثور عن عبد الله بن عباس عن عمر قال ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനമാണ്. അദ്ദേഹം പറഞ്ഞു, കുന്തു അന വജാറുൻ ലീ മിനൽ അൻസ്വാരി ഫീ ബനി ഉമയ്യത്ത ബിൻ സൈദിൻ വഹിയ മിൻ അവാലി അൽ മദീനത്തി. കുന്തു ഞാനായിരുന്നു, ഞാനും ആയിരുന്നു, ജാറുൻ ലി എൻ്റെ ഒരു അയൽവാസിയും, മിനൽ അൻസാരി അൻസാരികളിൽപ്പെട്ട, ഫി ബനി ഉമയ്യത്ത ഇബ്നു സൈദ് ബനു ഉമയ്യത്ത് ഇബ്നു സൈദ് ഗോത്രത്തിൽപ്പെട്ട, വഹിയ മിൻ അവാലി അൽ മദീന, അത് മദീനയുടെ ഉയർന്ന ഭാഗത്തായിരുന്നു. അതായത് ഞാനും എൻ്റെ അയൽവാസിയായ അൻസാരിയായ ഒരു സ്വഹാബിയും ഞങ്ങൾ മദീനയുടെ ഉയർന്ന പ്രദേശത്ത് താമസിക്കുകയായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് ഊഴം വെച്ചായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ പോകും, അടുത്ത ദിവസം എൻ്റെ അയൽവാസി പോകും, പിന്നെ ഞാൻ പോകും, വീണ്ടും അടുത്ത ദിവസം അയൽവാസി പോകും. അങ്ങനെ എൻസിലി യൗമൻ വ അൻസിലി യൗമൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ പോവും, ഒരു ദിവസം അദ്ദേഹം ഇറങ്ങിപ്പോകും. എൻസിലി യൗമൻ അദ്ദേഹം ഒരു ദിവസം ഇറങ്ങിപ്പോകും, അൻസിലി യൗമൻ ഞാൻ ഒരു ദിവസം ഇറങ്ങിപ്പോകും. ഇതാ നസൽതു, ഞാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഞാനാണ് പോകുന്നതെങ്കിൽ, ജിഅ്തുഹു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വരും, ബി ഖബരി ദാലിക്കൽ യൗമി മിനൽ വഹി വ ഗൈരിഹി, വഹിയിൽ നിന്നും മറ്റും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന വഹിയെ സംബന്ധിച്ചും മറ്റ് വിജ്ഞാനങ്ങൾ, പിന്നെ അല്ലാത്ത കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംബന്ധിച്ചൊക്കെ എന്ത് ചെയ്യും, ആ ദിവസം നടന്ന കാര്യങ്ങൾ, ആ ദിവസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്ന വിജ്ഞാനം, അതിന്റെ വിവരം ഞാൻ അദ്ദേഹത്തിന് കൈമാറും. ഇദാ നസല ഫഅല മിസ്ല ദാലിക, അദ്ദേഹം ഇറങ്ങി വന്നാൽ അദ്ദേഹത്തിന്റെ ടേണിൽ അദ്ദേഹം അതേപോലെ ചെയ്യും. ഫനസല സ്വാഹിബി അൽ അൻസാരിയു യൗമ നൗബത്തിഹി, അങ്ങനെ എൻ്റെ കൂട്ടുകാരനായ അൻസാരിയായ സ്വഹാബി അദ്ദേഹത്തിന്റെ നൗബത്ത്, അദ്ദേഹത്തിന്റെ ടേൺ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി. വറബ ബാബി നിർബൻ ഷദീദ, അങ്ങനെ തിരിച്ചു വന്നിട്ട് എൻ്റെ വാതിൽക്കൽ അദ്ദേഹം ശക്തിയായിട്ട് മുട്ടി. ഇതെല്ലാം ചുരുക്കി പറയണം. ഫഖാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു, അസമ്മഹുവ, അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ ഉമർ ഇവിടെ ഉണ്ടോ, അകത്തുണ്ടോ? അപ്പൊ ഞാൻ ഭയന്നു. അങ്ങനെ ബദ്ധപ്പാടോടുകൂടി അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടപ്പോ ബേജാറായിട്ട്, ഫഖറജതു ഇലൈഹി, അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു വന്നു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഖദ് ഹദസ അംറുൻ അദീമുൻ, ഗൗരവതരമായ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഗൗരവതരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, മറ്റു റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പത്നിമാരെ വിവാഹമോചനം ചെയ്തു, ത്വലാഖ് ചെയ്തു എന്നൊരു വാർത്ത കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പുത്രി ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്, ഉമർ റളിയല്ലാഹുവിന്റെ പുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹ ഒക്കെ ഉണ്ടല്ലോ. കാല ഫദഖൽതു അല, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫദഖൽതു അല ഹഫ്സത, അപ്പൊ ഞാൻ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ, അതായത് ഉമർ റളിയല്ലാഹുവിന്റെ പുത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയുമായ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോയി. ഫഇദാ ഹിയ തബ്കി, അവൾ കരഞ്ഞിരിക്കുകയാണ്, പുത്രി കരഞ്ഞിരിക്കുകയാണ്. ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, ത്വല്ലഖകുന്ന റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ത്വലാഖ് ചെയ്തോ എന്ന് ചോദിച്ചു. ഖാലത്ത്, അവൾ പറഞ്ഞു, ലാ, അതിന് എനിക്കറിയില്ല എന്ന്. സുമ്മ ദഖൽതു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി, അവിടെ പ്രവേശിച്ചു. ഫഖുൽതു വഅന ഖായിമുൻ, ഞാൻ നിന്ന നിൽപ്പ് തന്നെ ചോദിച്ചു, അത്വല്ലഖത നിസാഅക, താങ്കൾ
അങ്ങ് അവിടുത്തെ ഭാര്യമാരെ ഇണകളെ വിവാഹമോചനം ചെയ്തു എന്ന് ചോദിച്ചു. കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ, ഇല്ല എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാഹു അക്ബർ, സന്തോഷത്തോടു കൂടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അല്ലാഹു ഏറ്റവും വലിയവൻ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്തു, ത്വലാഖ് ചെയ്തു എന്ന് പലർക്കും തോന്നാനുണ്ടായ ഒരു കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരിൽ നിന്ന്, ഇണകളിൽ നിന്ന് ഒരു മാസക്കാലം വിട്ടുനിന്നിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കാരണമാണ് ത്വലാഖ് ചെയ്തു എന്ന് പലരും ധരിച്ചത്. യഥാർത്ഥത്തിൽ ത്വലാഖ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്, ഈ വിട്ടു നിൽക്കാനുണ്ടായ കാരണം. അതിന് പ്രസിദ്ധമായ ഒരു സംഭവം മാത്രം ഇവിടെ ചുരുക്കി പറയാം. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരുടെ അടുക്കൽ പോകാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലും പോകും. സൈനബ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പത്നിയാണ്. അവിടുന്ന് സൈനബ് റളിയല്ലാഹു അൻഹ തേൻ കൊടുക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കും. അപ്പൊ ഇതിങ്ങനെ സ്ഥിരമായിട്ട് അവിടെ ചെന്ന് തേൻ കുടിക്കുന്നത് മറ്റു പലർക്കും ഇഷ്ടപ്പെട്ടില്ല. സഹഭാര്യമാരാണല്ലോ ചക്കുളത്തിമാര്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹക്കും ഹഫ്സ റളിയല്ലാഹു അൻഹക്കും അത് അത്ര അങ്ങ് പിടിച്ചില്ല. ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹഭാര്യമാരായിരുന്നു. പക്ഷെ അവർ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അങ്ങനെ ഈ പോക്കൊന്ന് നിർത്തിക്കണം എന്നതിന് ഒരു പദ്ധതി ഇട്ട് വരും. എന്താണ് പദ്ധതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക്, ഹഫ്സ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്കോ ചെല്ലുമ്പോൾ പറയണം എന്ത്? മഗാഫീറിന്റെ ദുർഗന്ധം ഉണ്ട് നബിക്ക് എന്ന്. മഗാഫീർ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്. അപ്പൊ അത് നല്ല ടേസ്റ്റ് ആണ്, പക്ഷെ ഒരു ദുർഗന്ധം അതിനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മഗാഫീറിന്റെ ദുർഗന്ധം ഉണ്ട് നബിയിൽ നിന്ന് എന്ന് പറയണമെന്ന് പറഞ്ഞൊപ്പിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് പോക്ക് നിർത്തുമെന്നതായിരിക്കണം അവരുടെ ഉദ്ദേശം. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്ന് ഇങ്ങനെ ഒരു ദുർഗന്ധമുണ്ട്, മഗാഫീറിന്റെ മണം ഉണ്ടല്ലോ, വാസന ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ആര്? ഹഫ്സ റളിയല്ലാഹു അൻഹ. ഇത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വിഷമം തോന്നിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സൈനബിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തേൻ കുടിക്കാറുണ്ട്, അപ്പോ അത് ഞാൻ നിർത്താം, ഞാനിനി അത് കുടിക്കുന്നില്ല. പക്ഷെ ഈ വിവരം ഞാൻ കുടി നിർത്തുന്നു എന്ന വിവരം ഇപ്പൊ നമ്മൾ സംസാരിച്ച കാര്യമൊന്നും പുറത്തു പറയേണ്ട, ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഹഫ്സ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? അത് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു പോയി. ഈ വിവരം പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും ചെയ്തു. സൂറത്ത് തഹരീമിൽ ഈ വിഷയം വരുന്നുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസക്കാലം ഭാര്യമാരിൽ നിന്ന് വിട്ടു നിന്നു, മാറി നിന്നു. അപ്പൊ ഇത് കാരണം പലരും ധരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ ത്വലാഖ് ചെയ്തു എന്ന് ധരിച്ചു പോയി. അതാണ് ആ സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ ത്വലാഖ് ചെയ്തു എന്ന് ഒരു റിപ്പോർട്ട് പറയാൻ കാരണം. അത് അന്വേഷിക്കാനാണ് ഉമർ റളിയല്ലാഹു അൻഹു പോയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ത്വലാഖ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് സന്തോഷമായി എന്നതാണ്. പിന്നീട് ആ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം, ഒരു മാസം പൂർത്തിയായ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഭാര്യമാരുടെ അടുത്ത് സാധാരണ പോലെ പോയി തുടങ്ങി. ഇതല്ലാതെ വേറെ ചില കാരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഈ ഒരു മാസം വിട്ടു നിൽക്കാനുണ്ടായ കാരണങ്ങൾ, ഈ കാരണങ്ങളെല്ലാം കൂടി ആയിരിക്കണം ഇങ്ങനെ വിട്ടു നിൽക്കാനുള്ള കാരണം എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അലം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.